നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വയനാട്ടിൽ നടന്ന ആ മഹാദുരന്തം, ആ ദുരന്തത്തിൻ്റെ ആ ആഘാതത്തിൽ നിന്ന് മലയാളികൾ പതുക്കെ കരകയറി വരുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഒരു സർക്കാർ, ആ സർക്കാരിൻ്റെ നിഷ്ക്രിയത്വം പല മേഖലയിലും നമുക്ക് തെളിഞ്ഞു കാണാനുണ്ട്. പക്ഷേ എന്തെങ്കിലും അവർ ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുന്നത് ഈ നാട്ടിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രമാണ്. കാരണം അവർക്ക് നിരവധി ബഹുജന സംഘടനകളുണ്ട്. ആ സംഘടനകളെ ഇറക്കിക്കൊണ്ട് അവർ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ സാമ്പത്തിക ഫണ്ട് പിരിവും നടത്താറുണ്ട്. ഇത്തവണയും ഫണ്ട് പിരിവ് വളരെ തകൃതിയായിട്ട് നടന്നു. ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമോ മാധ്യമങ്ങളോ ഇവിടെ ഇല്ലാത്തതിനാൽ കൃത്യമായും അവർ ഈ സർക്കാരിൻ്റെ പിഴവുകളെ ചൂണ്ടിക്കാണിക്കുന്നതിൽ വലിയ പരാജയമാണ്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരേ ഒരാൾ അർജുൻ എന്ന ഒരു ഡ്രൈവറെ കർണാടകയുടെ മണ്ണിടിച്ചിലിൽ കാണാതായപ്പോൾ അയാളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ദിവസങ്ങളോളം ഇവിടെയുള്ള നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ ആ നാട്ടിൽ പോയി അവിടെയുള്ള സർക്കാരിനെയും അവിടെയുള്ള പോലീസിനെയും അവിടെയുള്ള മാധ്യമങ്ങളെയും വരെ വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തി അന്വേഷണം നീട്ടി കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എത്രയോ ദിവസം അവർ എത്രയോ ലക്ഷങ്ങൾ ചെലവിട്ട് അവിടെ ഈ തെരച്ചിൽ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഇനി വയനാട്ടിലേക്ക് വന്നാൽ 119 പേരെയാണ് ഇനിയും കിട്ടാനുള്ളത് അഥവാ കണ്ടെത്താനുള്ളത്. ഒരേ ഒരാൾക്ക് വേണ്ടിയിട്ട് അന്യ സംസ്ഥാനത്ത് ചെന്ന് ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടാക്കിയ നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ ഈ 119 പേരെ കാണാനുണ്ടായിട്ടും എന്തെങ്കിലും ബഹളം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെയുള്ള പ്രതിപക്ഷമാവട്ടെ മാധ്യമങ്ങളാവട്ടെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നില്ല. പക്ഷേ ഇതൊന്നും സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾ ചിന്തിച്ച് ഈ സർക്കാരിനെതിരെ വിരൽ ചൂണ്ടാതിരിക്കാൻ വേണ്ടി 5 വർഷമായി അടവെച്ചിരുന്ന ഒരു റിപ്പോർട്ട് അവർ പതുക്കെ ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മളോട് പറയുകയാണ്, നിങ്ങളങ്ങ് ചുമ്മാ ഞെട്ടിക്കോളാൻ. എന്ത് മാങ്ങാ തൊലിയാണ് ഈ ഞെട്ടാൻ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത് എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ല, എവിടെങ്കിലും വെച്ച് നടന്ന സംഭവമാണ് എന്ന് പറയുന്നില്ല. ആരൊക്കെയോ ചേർന്ന് ഏതൊക്കെയോ ആൾക്കാരെ ഏതൊക്കെയോ സെറ്റിൽ വെച്ച് പീഡിപ്പിച്ചു അല്ലെങ്കിൽ ചൂഷണം ചെയ്തു എന്ന തരത്തിൽ കാടടച്ച് വെടിവെച്ചൊരു റിപ്പോർട്ട് ഇറക്കി വിട്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നാലെ ഈ ഇടതുപക്ഷ അനുകൂലമായിട്ടുള്ള മാധ്യമങ്ങളും അവരുടെ പിന്നാലെ ചിന്തിക്കുന്ന ചില മാപ്രകളും പോയിരിക്കുന്നു. ഇനി ദിവസങ്ങളോളം ഇവിടുത്തെ ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടും ഇതിലേതൊക്കെ നടന്മാർ, ഏതൊക്കെ നടിമാർ, ഏതൊക്കെ സംവിധായകർ, ഏതൊക്കെ നിർമ്മാതാക്കൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നതിനെ പറ്റിയുള്ള യാതൊരു അർത്ഥവുമില്ലാത്ത അല്ലെങ്കിൽ ആർക്കും ഒരു ഗുണവുമില്ലാത്ത കുറേ ചർച്ചകളായിരിക്കും. ഇതിനിടയിലൂടെ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ കൂടെ നിൽക്കുന്നവരും നല്ല തീവട്ടി കൊള്ള തന്നെ നടത്തും. കാരണം ആവശ്യത്തിന് അവർ ലക്ഷ്യം വെച്ച ഫണ്ട് അവർക്ക് ഈ ദുരിതാശ്വാസ ഫണ്ട് എന്ന നിലയിലും സഹായമെന്ന നിലയിലും അവരുടെ ബഹുജന സംഘടനകൾ വഴിയും സർക്കാർ തലത്തിലുമൊക്കെ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം അവർ പിന്നെ ഈ ദുരിതാശ്വാസ ഫണ്ട് വിതരണം നടത്തിയിരുന്നു. ആ വിതരണത്തിൽ നല്ല ശതമാനവും മുക്കുകയും നക്കി തിന്നുകയും ചെയ്തത് അവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ്. അപ്പോൾ അതിനൊരു മറ വേണം. അത് വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ് ഈ കേരളത്തിൽ. അതൊന്നും ആളുകൾ ശ്രദ്ധിക്കാൻ പാടില്ല. നമ്മുടെ മുന്നിലേക്ക് എല്ലും കഷ്ണം പോലെ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എറിഞ്ഞ് തന്നിട്ട് നിങ്ങൾ ഞെട്ടിക്കോളൂ, അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ നയിക്കുന്ന ചർച്ചയുടെ പിന്നാലെ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രദ്ധ മാറ്റിവിട്ടിട്ട് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും കഴിവില്ലായ്മയും മറച്ചു വെച്ചുകൊണ്ട് തന്നെ വലിയ ഏതോ കൊള്ള നടത്താനുള്ള പ്ലാനാണ് ഈ സർക്കാരിൻ്റെത്. അല്ലെങ്കിൽ 5 വർഷത്തോളം കെട്ടിപ്പൂട്ടി ഭരണത്ത് വെച്ചിരുന്ന ഒരു റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് മാത്രം അത് പുറത്തേക്ക് വിടുന്നു. അപ്പോഴും അതിൽ പേരില്ല, നാളില്ല, യാതൊരു കാര്യങ്ങളുമില്ല. ആരെങ്കിലും ലക്ഷ്യം വെക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പോലുമില്ല. അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് സ്വകാര്യതയെ മാനിക്കണമെന്ന്. ആരുടെ സ്വകാര്യതയാണ്? പ്രതികൾക്കാണോ ഇവിടെ സ്വകാര്യത വേണ്ടത്? ഇരകൾക്ക് സ്വകാര്യത കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇരകളുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് അവരുടെ പേര് പറയാൻ പാടില്ല. പക്ഷേ എന്നാൽ പ്രതികളുടെ സ്വകാര്യത എന്തിനാണ് മാനിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരെയും ജയിലിലേക്ക് പറഞ്ഞു വിടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവരുടെ സ്വകാര്യത മാനിച്ച് അവരെ സ്വതന്ത്രരാക്കി വിട്ടാൽ പോരെ. അപ്പോൾ അതല്ല ജനങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല, കേസെടുക്കില്ല. നോക്കൂ, ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ അത് വെട്ടുകയും തിരുത്തുകയും ചെയ്യാതെ അതിലെന്താണ് മുഴുവനായിട്ടുള്ളത് എന്ന് ഇവിടുത്തെ സർക്കാരിനറിയാം. എന്നിട്ടും അതിൽ ഏറ്റവും കുറഞ്ഞത് ഒരു പ്രതിയുടെയെങ്കിലും പേര് കാണാതിരിക്കുമോ? അത് വെച്ചിട്ട് ഒരു കേസെടുക്കാൻ മറ്റാരുടെയെങ്കിലും അനുവാദം ഇവിടുത്തെ സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ ആഭ്യന്തര വകുപ്പിനോ ഒക്കെ വേണമോ? വേണ്ടല്ലോ. എന്നിട്ടും ആർക്കെങ്കിലും എതിരെ ഒരു കേസെടുക്കുമോ? നടപടിയെടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനെങ്കിലും പറ്റുമോ? ഇല്ല എന്നാണ് ഉത്തരം. അപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടതിന് ഒരൊറ്റ
കാരണമേയുള്ളൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ. എന്നെയും നിങ്ങളെയും അടക്കമുള്ള ഈ മലയാളികളെ വട്ടത്തിലും നീളത്തിലും ഊഞ്ഞാലാട്ടാൻ വേണ്ടി മാത്രമാണ് ഈ സാധനം ഇറക്കി വിട്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കുക.